ഹലോ കൂട്ടുകാരെ, ഇത് ഒരു നഗരസഭയുടെ ഒരു വസ്തു കൊടുക്കുന്നതിനെ പറ്റിയുള്ളൊരു അതിൻ്റെ കാര്യങ്ങളിനുള്ള ഒരു നോട്ടീസാണ്. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ടുള്ള ഒരു കാര്യം ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഉഡായിപ്പിൻ്റെ പരിപാടിയാണ്. കാരണം പാവങ്ങൾക്ക് 2 സെൻറ്റ് പെരയിടം കൊടുക്കുന്നതിന് പെണ്ണിനെ അയച്ച വീട്ടിലെ ഭർത്താവിൻ്റെ മോളെ അയച്ച ഭർത്താവിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ വസ്തു കൊണ്ടുവന്ന് എഴുതി വാങ്ങിച്ച് കൊണ്ടുവന്ന് അവിടെ വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുക്കണം. മരുമോൻ്റെ ആധാർ, പാൻ കാർഡ്, അവൻ്റെ ഡീറ്റെയിൽ ഉള്ള വിവരം. അതേപോലെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇത് ചെയ്യുന്നത്. കാരണം ഇത് ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പാണ്. ഇത് കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് സഹായിച്ചു കൊടുക്കുക കേട്ടോ, സഹായിക്കുക. കോർപ്പറേഷൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പം ഭാര്യയുടെ മോളെ ഭർത്താവിൻ്റെ ആൾക്കാർക്ക് അമ്മയ്ക്കോ അമ്മായി അച്ഛനോ വസ്തു ഉണ്ടെങ്കിൽ ഈ നമുക്കെന്താണ് കാര്യം? അത് മോക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വക മോക്ക് അവകാശം ഉണ്ടായിരിക്കും. അത് മറ്റുള്ളവർക്ക് എന്താണ് അവകാശം? ഇപ്പം ഈ ഇപ്പം ഞാനാണ് അപേക്ഷിച്ചത്, എനിക്കെന്താണ് അതിലുള്ള അവരുടെ സ്വത്തിന് അവകാശം? ഒരവകാശവും ഇല്ല. ഇതൊന്ന് കോർപ്പറേഷൻ കാണുക. ഇതൊരുമാതിരി തെണ്ടിത്തനമായിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് പാവങ്ങളെ ഊറ്റാൻ വേണ്ടിയുള്ള വഴി. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് കണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതിനാണ് നിങ്ങളെ മുമ്പ് ഞാൻ എത്തിക്കുന്നത്. ഓക്കെ, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇത് ഒരു ഭർത്താവിൻ്റെ മോളെ അയച്ച വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മയ്ക്കും അച്ഛനും വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വരെ നമ്മൾ ഇവരെ കൊണ്ട് ഗവൺമെൻറ്റിനെ കാണിക്കണം. അതിൻ്റെ ആവശ്യമുണ്ടോ കൂട്ടുകാരെ? അതിൻ്റെ ഒരാവശ്യമില്ല. കാരണം ഇത് ഉഡായിപ്പ് പറ്റിപ്പ് ആണെന്നാണ് വിശ്വാസം. കാരണം ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇതൊന്നും ആരും ചെയ്യരുത്, ഒരു കോർപ്പറേറ്റ് സർക്കാരും ചെയ്യരുത്. മനസ്സിലായില്ലേ? ഇത് കാണുന്നവരൊന്ന് ന്യൂസ് ഷെയർ ചെയ്ത് സഹായിക്കുക. ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ മേയറുടെ കയ്യിലോ അങ്ങനെയുള്ളവർ ഇത് കാണുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും കാണുക.